ഗൈസ്, വെൽക്കം ടു ഹാപ്പി ഡോട്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറിഞ്ഞമാടുള്ള പാർക്കിക്ക് പോവാണ്. അപ്പോൾ പാർക്കിത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. മുറിഞ്ഞമാടിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. അപ്പം നമ്മളങ്ങനെ എടശ്ശേരിക്കടവ് പാലെത്തിയിട്ടുണ്ട്. കുറച്ച് പോവാണ്ട് അങ്ങോട്ട്, കുറച്ച് ഇടവഴികളിലൂടെ ഒക്കെ പോകണം അങ്ങോട്ട് എത്താൻ. പാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് റൈഡിലൊക്കെ ഇങ്ങനെ അവിടെയുള്ള വലിയ പാർക്കൊന്നും അല്ലെങ്കിലും നമ്മളെ അടുത്തായിട്ടൊരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇതായിരിക്കുമല്ലോ, പെട്ടെന്ന് ഇങ്ങനെ കൊതിക്ക് വരികയാണെങ്കിൽ അടുത്തായിട്ടുള്ളൊരു പാർക്കാണിത്. നമ്മളെ കൂടെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ഉമ്മിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കൊന്നും ടിക്കറ്റ് വേണ്ട, കുട്ടികൾക്കാണ് ടിക്കറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കുറേ നേരം കളിച്ച്, പിന്നെ ഇങ്ങനെ കുറച്ച് റൈഡിലൊക്കെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ കുട്ടികളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 80 രൂപയാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചത് മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ അല്ല, നമുക്ക് സ്വിമ്മിംഗ് പൂളും എല്ലാത്തിനും ഈ 80 രൂപ തന്നെ മതി. പിന്നെ അവിടെ ബോട്ടിങ് ഉണ്ട്, അതിന് മാത്രം നമ്മൾ 20 രൂപ വേറെ ടിക്കറ്റ് കൊടുക്കണം. ഞങ്ങൾ ഓരോ റൈഡിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ബട്ടർഫ്ലൈൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിൽ കയറാനാണ് ഞാൻ കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എന്നതാ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഉണ്ടാവും. ചെറിയ കുട്ടികൾക്ക് അപ്പുറത്ത് സൈഡ് വേറെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഇവിടെ മതിൽ പോലെ എന്തോ കണ്ടപ്പോൾ ഞങ്ങൾ എന്താണ് സാധാരണ അവിടെ ഇല്ലേനി ഗൈസ്. ഇവിടെ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയതായി വന്നതാണ്. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്വിമ്മിംഗ് പൂള്. പിന്നെ ഞാനും വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ കുറേയൊക്കെ ഇറങ്ങി കളിച്ച് ആ പുല്ലുമ്മ ചവിട്ടി കളിക്കാൻ നല്ല രസമുണ്ടായിനി. പിന്നെ അമ്മച്ചിനോണ്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ ഡ്രസ്സ് മാറ്റട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കുക. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് സ്വിമ്മിംഗ് പൂള്. ഞാനിങ്ങനെ ഇറങ്ങാൻ ലച്ചോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. ഓളിനോട് കാത്തിക്കാൻ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടേനി. ലച്ചും അങ്ങോട്ട് വരികയാണ്. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ലച്ചു കുറേ നേരം നോക്കി നിന്ന്, പിന്നെ കുറച്ച് നേരം നോക്കി നിന്നോള്. പിന്നെ എന്നോടൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞോൾക്ക്. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ലച്ചുവിനെ ഇറക്കി. കുറേ കുട്ടികളൊക്കെ ഉണ്ടായി, ഓലൊക്കെ നല്ല എൻജോയ്മെൻറ്റിലാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ്മെൻറ്റിൽ തന്നെയാണ്. ലച്ചു വെള്ളത്തിലിറങ്ങിയപ്പോൾ ഓൾക്ക് അത്യാവശ്യം ആയൊക്കെ ഉണ്ട്, ഓളെ കൗത്തിനൊറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നീന്തൽ പഠിക്കാൻ പോയിനല്ലോ, അപ്പം അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ്. അവിടെ നമുക്ക് 2 സ്ലൈഡൊക്കെ ഉണ്ട്, ഒന്ന് ചെറുതും വലിയതും ആയിട്ടുള്ള. അപ്പം കുറേ കാലത്തിന് ശേഷം നീന്തണ പോലെ എനിക്ക് തോന്നുക. കുറേ നേരം വെള്ളത്തിൽ തന്നെ കളിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് സ്ലൈഡിൽ കയറിയാലോ. അപ്പം ഞാൻ സ്ലൈഡിൽ കയറി. അവിടെയുള്ള സെക്യൂരിറ്റിനോട് എന്തൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ചെറിയ സ്ലൈഡിലാണ് ഞാൻ കയറി നോക്കിയത്. പിന്നെ കടന്നൊക്കെ നീന്താൻ ശ്രമിച്ച്. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ള ഇതൊന്നുമല്ല, വലിയവർക്കുള്ള ഫിഷ് പായൊക്കെ ഉണ്ട്. പിന്നെ ഫിഷ് പായും ബോഡി മസാജ് ചെയ്യണ ചെയറില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റവും വലിയതിൽ കയറി കഴിഞ്ഞ് ലച്ചു ചെറുതിലും. കുറേ നേരം ഞങ്ങൾ ചെറിയ സ്വിമ്മിംഗ് പൂളൊക്കെ കളിച്ച് എന്നിട്ട് ഞങ്ങൾ ഉമ്മച്ചിൻ്റെ അടുത്ത് പോയോക്കി. ഞങ്ങൾക്ക് വലിയ സ്വിമ്മിംഗ് പൂളിൽ കയറുന്ന ഒരു ആഗ്രഹം ഉണ്ടേനി. അപ്പോൾ ഞാൻ പിന്നെ ലിനുവിനെയും വിളിച്ച് കൊണ്ടുവന്ന് ഇപ്പച്ചിനോടും ഉമ്മച്ചിനോടും ഞങ്ങൾ സമ്മതമൊക്കെ ചോദിച്ച് വലിയ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. നല്ല രസമുണ്ടേനി ഗായ്സ്. പൂളിൽ ട്യൂബും കളിക്കാൻ കുറേ ബോളൊക്കെ ഉണ്ടേനി. ലിനു ആണെങ്കിൽ ട്യൂബ് കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല, അതൊക്കെയോ കാട്ടണ്. പിന്നെ അങ്ങനെ ഓളിങ്ങനെ നീന്തി. എൻ്റെ ട്യൂബ് നല്ല ക്യൂട്ട് ട്യൂബേനി, ചെറിയ കുട്ടികളൊക്കെ ട്യൂബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചേരം പിന്നെ കളിച്ച് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാല് വെള്ളത്തിട്ട് നിൽക്കേനി. പിന്നെ എൻ്റെ ട്യൂബ് ലീനു വാങ്ങി ഗൈസ്. ഞങ്ങൾ പൂളിൽ കളിക്കുമ്പോൾ സോങ് ഒക്കെ പ്ലേ ചെയ്യണ്ട, അതുകൊണ്ട് നല്ല വൈബേനി. പൂളിൽ ഇങ്ങനെ കുറേ സമയം കളിച്ചതുകൊണ്ട് ഇമ്മച്ചി വേഗം കയറാൻ പറഞ്ഞു. പൂളാണെങ്കിൽ നല്ല ഫിൽറ്റർ ചെയ്തിട്ടാണ് പോലെ ഫുൾ നീറ്റാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാൻ അവിടെ ബാത്റൂമൊക്കെ ഉണ്ടാവും.
ഗൈസ് കൈയൊക്കെ പൊതിർന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.